നമസ്കാരം. പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷ്തയ്യ രാജിവെച്ചിരിക്കുന്നു. തന്റെ കീഴിലുള്ള സർക്കാർ പിരിച്ചുവിട്ടതായി കൂടി ഇഷ്തയ്യ അറിയിക്കുന്നുണ്ട്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള പലസ്തീൻ അതോറിറ്റി സർക്കാരിന്റെ തലവനാണ് നിലവിൽ ഇഷ്തയ്യ. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനാണ് ഇഷ്തയ്യ ഇപ്പോൾ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലും അതിനോടൊപ്പം ജെറുസലേമിലും നടക്കുന്ന അഭൂതപൂർവ്വ നടപടികളുടെയും ഗസ മുനമ്പിലെ യുദ്ധത്തിന്റെയും വംശഹത്യയുടെയും പട്ടിണിയുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് താൻ രാജി എന്നാണ് മുഹമ്മദ് ഇഷ്തയ്യ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിച്ചാൽ ഉടൻ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം നടക്കുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ രാജിവെച്ച് താൻ പുറത്തു പോകുമെന്ന് മുഹമ്മദ് ഇഷ്തയ്യ ഇതിനു മുൻപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ തിടുക്കത്തിൽ ഇത്തരത്തിലൊരു രാജി ഉണ്ടായിരിക്കുന്നത് എന്ന ഒരു അഭ്യൂഹം കൂടി മറുവശത്ത് ഉയർന്നു വരുന്നുണ്ട്. അത് മാത്രമല്ല, പലസ്തീന് മുന്നിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. കാരണം പുതിയ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ പലസ്തീനിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ആവശ്യമാണ്. മാത്രമല്ല, അതിനോടൊപ്പം കുറച്ചൊക്കെ ആശങ്ക സമ്മാനിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് പലസ്തീൻ അതോറിറ്റിയെ നിയന്ത്രിക്കുന്ന ഫത്താഹും അതിനോടൊപ്പം ഹമാസും ഒരു ഏകീകൃത ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ധാരണയിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായുള്ള സൂചന കൂടിയുണ്ട്. അതേസമയം തന്നെ സുരക്ഷാ കാരണങ്ങളാൽ ഗാസയുടെ മേൽ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഇപ്പോഴും അയവില്ലാതെ തുടരുന്നുമുണ്ട്. എന്തായാലും യുദ്ധാനന്തരം ഹമാസുമായി ബന്ധമില്ലാത്ത പലസ്തീനികൾക്കാകും ഗാസയുടെ നിയന്ത്രണം എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ നിലവിലെ പലസ്തീന്റെ പ്രധാനമന്ത്രിയായ മുഹമ്മദ് ഇഷ്തയ്യ രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത്. തന്റെ സർക്കാർ പിരിച്ചുവിട്ടതായും അറിയിച്ചിരിക്കുന്നു. അതിനർത്ഥം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പലസ്തീൻ ഒരു നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇനി അടുത്തതായി അവിടെ ആര് അധികാരത്തിലേറും എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.